ശോചനീയാവസ്ഥയിലായിരുന്ന പറക്കാട് മേൽമുറി റോഡ് CPIM പ്രവർത്തകരിടപെട്ട് ഗതാഗതയോഗ്യമാക്കി. മുതുതല പഞ്ചായത്തിൽ ഉൾപ്പെട്ട റോഡിന്റെ നവീകരണത്തിനായി മുഹമ്മദ് മുഹസിൻ MLA 16 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതയോഗ്യമാക്കുന്ന പ്രവർത്തനത്തിന് CPIM ഏരിയ കമ്മിറ്റി അംഗം M ശങ്കരൻകുട്ടി, മുതുതല ലോക്കൽ സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി VP സുരേഷ് കുമാർ, വാപ്പുട്ടി, C ഉണ്ണികൃഷ്ണൻ, പ്രകാശ്, C ഉമ്മർ, അജീഷ്, VP ഗോപാലൻ, അബ്ദുൽ ഖാദർ എന്നിവർ നേതൃത്വം നൽകി. ഈ പറക്കാട് മേൽമുറി റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിന്റെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ്. ഈ വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പ്രദേശത്തെ MP ആയിരുന്ന ശ്രീകണ്ഠൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീകണ്ഠനും അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടായി. അതിൻ്റെ ഭാഗമായി വീണ്ടും ഇതിൽ ഫണ്ട് വകയിരുത്തേണ്ട എന്ന ഒരു തീരുമാനപ്രകാരം ഞങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധയിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ആ ഫണ്ട് ഇവിടെ ഇല്ല എന്നുള്ളതും അത് കബളിപ്പിക്കലാണെന്ന് മനസ്സിലായത്. എന്നിട്ടിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ സ്ഥലം MLAയെ സമീപിക്കുകയും ഈ പ്രദേശവാസികളെടുത്തുനിന്ന് മുഴുവൻ അവരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് MLA സമീപിക്കുകയും ചെയ്ത് MLA ഈ റോഡ് നല്ല രീതിയിൽ ചെയ്യാമെന്നും ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നും ഞങ്ങളോട് പറയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അതിന് തന്നെ 16 ലക്ഷം രൂപ കട്ട വിരിക്കുന്നതിന് വേണ്ടി വകയിരുത്തുകയുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കാതെ വന്നു. ഈ ജൂൺ 15 വരെ അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നു. 16-ാം തീയതി വീണ്ടും പഞ്ചായത്ത് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ, കാരണം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ MLA ഇതിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ ആക്ഷേപമായിട്ട് രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ റോഡ് ഇത് സ്വാഭാവികമായും ഇത് തകർന്ന റോഡാണ്, അതുകൊണ്ട് തന്നെ ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ എന്ന ഭാഗമായി ഇന്ന് റെഡിയാക്കുന്ന ഒരു പ്രവർത്തനം കൂടി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ചെയ്യുകയാണ്. ഈ റോഡിനും 16 ലക്ഷം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമുക്ക് തരുന്നതാണ്. അത് അടിയന്തരമായി തന്നെ ആ പണി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കും എന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. UDF ആയാലും BJP ആയാലും വാഗ്ദാനങ്ങൾ വാരിക്കൂരി നൽകുക എന്നല്ലാതെ ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം അവരുടെ കാലഘട്ടത്തിൽ ലഭിക്കുന്നത് വളരെ വിരളമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ശ്രീകണ്ഠൻ MP കാരക്കുത്ത് വന്ന് കാരക്കുളം റിപ്പയറിന് വേണ്ടി ഫണ്ട് അനുവദിക്കാം എന്ന കൂടുതലുള്ള ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. പിന്നീടുണ്ടായ അനുഭവം നമുക്കറിയാം. ഇപ്പോൾ നേരത്തെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചത് 5 കോടി രൂപ ഈ റോഡിന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് വാങ്ങിയത്. ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും അവർ ഒരു കാലഘട്ടത്തിലും കാണിച്ചിട്ടില്ല. 15 വർഷം CP മുഹമ്മദ് നമ്മുടെ പ്രദേശത്തെ MLA ആയിട്ട് നമ്മുടെ മുതുതല പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് തന്നത് എന്ന് ചോദിച്ചാൽ ഒരു കൈവിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. ഇന്ന് മുഹമ്മദ് മുഹസിൻ നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ MLA ആയി വന്നതിന് ശേഷം പട്ടാമ്പി മണ്ഡലത്തിൻ്റെയും മുതുതല പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രദേശത്തെ മുഴുവൻ പഞ്ചായത്തുകളുടെയും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്.